മേടിച്ചിട്ടുണ്ടായിരുന്നു പണ്ട്, ഓർമ്മയുണ്ട്. അതുമാതിരി നമുക്ക് കുറച്ച് ഐലൻഡ് മാൻഷനും അങ്ങനെ സാധനങ്ങളൊക്കെ മേടിക്കണം. പിന്നെ ഷിൻചാൻ ഒരു അടിപൊളി വീടൊക്കെ വെക്കണം കുറെ പേര് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായാലും ഷിൻചാനും പിഞ്ചാനും നമ്മളൊരു 60K സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ സർപ്രൈസ് ആയിട്ട് നമ്മൾ ഷിൻചാനും പിഞ്ചാനും ഒരു വലിയൊരു RC ഗാരേജ് ഉള്ള ഒരു വലിയൊരു വീട് നമ്മൾ സെറ്റാക്കി കൊടുക്കണതായിരിക്കും. ഓക്കെ, അവിടെ ഈ സിറ്റിയിലുള്ള എല്ലാ വണ്ടികളും നമ്മൾ RC ആക്കും. അതും പ്രീമിയം വണ്ടികൾ, മനസ്സിലായ? പ്രീമിയം സ്പോർട്സ് വെഹിക്കിൾസ് ആയിരിക്കും നമ്മൾ ഷിൻചാനും പിഞ്ചാനും കൊടുക്കണത്. അതുമാതിരി ഹെലി, പ്ലെയിൻ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പൊ നിങ്ങൾ എന്തായാലും ഇപ്പോഴത്തെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ചുമന്ന ബട്ടൺ കണ്ട അടിയിൽ അതൊന്ന് നെക്കി സബ്സ്ക്രൈബ് ചെയ്തിട്ട് 60K ആക്കുക. അപ്പൊ നമുക്ക് എന്തായാലും ഷിൻചാനും പിഞ്ചാനും സംഭവം സെറ്റ് ആക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നേരെ സിമിയോന്റെ ഡീലർഷിപ്പിലോട്ട് പോകാം. ഓക്കെ, അപ്പൊ സിമിയോന്റെ ഡീലർഷിപ്പ് എത്താറായിട്ടുണ്ട്. എടാ വെടിപ്പ് എടാ, ഇവിടെ ഇപ്പോഴേ പിന്നെ ഫുള്ള് സീനാണല്ലോ. ഓ, നമ്മുടെ വണ്ടിക്ക് ഇടിച്ചതവൻ. ഇവിടെ ഇപ്പോഴേ പിന്നെ ഫുള്ള് സീനാണ്. ഈ പറയുന്ന വെടിവെപ്പും അതുമാതിരി ഫുൾ ടെററിസം ആൾക്കാരൊക്കെയാണ് ഇപ്പൊ ഇവിടെ. ഞാനൊരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഫ്രാങ്ക്ലി ഞങ്ങളുടെ പോലീസ് എക്സാം എഴുതി പോലീസ് ആകുമ്പോൾ എന്ത് പറയുന്നത്? നിങ്ങൾ എന്തായിരുന്നു? നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമന്റ് ചെയ്യാം. ഓക്കെ, ഫ്രാങ്കിൽ എന്തായാലും ഒരു പോലീസ് ആകാൻ പോണം. പോലീസ് ആയിട്ട് വേണം ഇവിടുത്തെ നാട്ടുകാരെ മാഫിയൊക്കെ ഒന്ന് നന്നാക്കാനായിട്ട്. സിമിയോൺ എവിടെ? സിമിയോൺ ഓക്കെ, സിമിയോൺ ബാക്കിലുണ്ട്. ഞാൻ പോയി സിമിയോൺ അടുത്ത് പോയി സംസാരിച്ച് നോക്കട്ടെ. ഓക്കെ, സിമിയോൺ നല്ല കുളിച്ച് കുട്ടപ്പനായിട്ടുണ്ടല്ലോ ഇന്ന്. എടാ ഫ്രാങ്ക്ലിനെ, അതെ ഇതെന്തുകൊണ്ട് വെയിലൊക്കെ അടിക്കുന്നുണ്ടല്ല. ഈ ബലൂണാണല്ലോ. ദൈവമേ, ഈ ബലൂണൊന്ന് മാറി നിൽക്കും. മനുഷ്യന് സൺബാത്ത് ചെയ്യുവാണ്. ഫ്രാങ്കിൽ നമ്മൾ പറഞ്ഞൊന്ന് സംഭവം എന്താണെന്ന് വെച്ചാല്, ഫ്രാങ്കിനെ ഞാനിപ്പോ ലൊക്കേഷൻ അയച്ചിട്ടും ആ ലൊക്കേഷനിൽ കുറെ വണ്ടികളുണ്ട്. ആ വണ്ടികൾ ഇച്ചിരി സൂപ്പർ പവറും കാര്യങ്ങളുള്ള വണ്ടികളാണ്. നമ്മുടെ അവഞ്ചേഴ്സിന്റെ വണ്ടികളാണത്. ഓക്കെ, അപ്പൊ ആ വണ്ടി എടുത്തുകൊണ്ട് വരണം. അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മളത് എടുത്തോണ്ട് നമ്മുടെ ലാഭം എന്താണ്? ബെനിഫിറ്റ് എന്താണ്? എന്തെങ്കിലും നമുക്ക് കിട്ടണ്ടേ? പൈസ എന്തെങ്കിലും നമുക്ക് വേണ്ടേ? ബെനിഫിറ്റ് എന്താ? അത് പറ. എടാ, നീ എടുത്തുകൊണ്ടെന്ന് കഴിഞ്ഞാൽ നിനക്ക് ചോദിക്കുന്ന വണ്ടി ഞാൻ RC കാർഡാക്കി തരും. ഫ്രീ ആയിട്ട് ഒരു 5 വണ്ടി ഞാൻ ആക്കി തരും. ഓക്കെ. അപ്പൊ അവിടെ എത്ര വണ്ടികളുണ്ട് മിലിറ്ററിക്കാരെടുത്ത്? മിലിറ്ററിക്കാരെടുത്ത് വണ്ടികളുള്ളത് 3 വണ്ടികളാണുള്ളത്. ആ 3 വണ്ടികൾക്ക് സ്പെഷ്യൽ എബിലിറ്റീസ് ആണ്. അത് ഏതാണെന്ന് എനിക്ക് അറിയത്തില്ല. നീ അപ്പൊ എന്തായാലും എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരണം. ഓക്കെ. അതെ, അത് കൊണ്ടുവരാം. പക്ഷെ നിനക്കുള്ള ദിവസം എന്ന് പറയുന്നത്